നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, തൃശ്ശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച എല്ലാ ഹതഭാഗ്യരായ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ആദരാഞ്ജലികളും ആ കുടുംബത്തിൻ്റെ സഹതാപത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അസുഖമായി കഴിയുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടു ഇടയെന്നും അതിനുവേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ട സഹായം ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ നാടിൻ്റെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് മറ്റു വിഷയത്തിൽ കിടക്കാം. അത് മറ്റൊന്നുമല്ല, ഇത് കൊച്ചിൻ നിന്ന് ഹൈറേഞ്ചിൽ പോകുന്ന ബസ്സുകൾ ആലുവ വന്ന് നേരെ പെരുമ്പാവൂർ വഴി കോതമംഗലം വഴി പോകണം. ഈ റോഡ് ദേശസാൽക്കരണം നടത്തിയ സമയത്ത് 70 കാലഘട്ടത്തിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് നിശ്ചിത കിലോമീറ്റർ കൂടുതൽ ഹൈവേ കൂടി യാത്ര ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഹൈ റേഞ്ചിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും വരുന്ന ബസ്സുകളെല്ലാം ആലുവയിൽ നിന്ന് പുക്കാട്ടുപടിക്ക് വന്ന് ആലുവയിൽ നിന്ന് ചൂണ്ടിക്ക് തിരിച്ചു വന്ന് ചൂണ്ടിയിൽ നിന്ന് പുക്കാട്ടുപടിക്ക് വന്ന് ഇങ്ങനെ എറണാകുളത്തിൽ പോകണം. ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ കൂടുതൽ ഓടണം. അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ 70 കാലഘട്ടത്തിലാണ് അന്ന് പാവം മൊയ്തീൻ ഷാ മാതൃഭൂമിയിലൊരു വാർത്ത കൊടുത്ത്. കാരണം ഇങ്ങനെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഹൈ റേഞ്ചിൻ്റെ കവാടമായ ചെമ്പറക്കിൽ നിന്ന് നേരെ പുക്കാട്ട് വഴി പോയാൽ ഒരു 10-12 കിലോമീറ്റർ യാത്ര കുറേ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടോടി അന്ന് PPKയുടെ എക്സ്പ്രസ് പോകുന്നുണ്ട്, PP കുര്യാക്കോസ് ആൻഡ് കമ്പനി കോതമംഗലം. അതിൻ്റെ ഡ്രൈവർ വേലായുധൻ എന്നൊരാളാണ്. 2 ഡ്രൈവറുണ്ട്. ഒരാളുടെ പേര് എനിക്ക് വേലായുധൻ. നല്ല ബീച്ചൊക്കെ വെച്ച് ഒരു സിംഗിൾ ഗ്ലാസ്സാണ്, കംപ്ലീറ്റ് ഒറ്റ ഗ്ലാസ്സാണ്. അവൻ്റെ ഓണൊക്കെ അടിച്ച് വന്നാൽ ചെമ്പറയ്ക്ക് നിർത്തിയാൽ പിന്നെ പുക്കാട്ടിക്കുള്ളൂ, അല്ലെങ്കിൽ എടുത്ത് നിർത്തിയൊന്നുമില്ല. അന്ന് കോതമംഗലത്ത് നിന്ന് എറണാകുളത്ത് പോകുന്ന PPK എക്സ്പ്രസ് എന്നാണ്. ഈ സംഭവം വാർത്ത കണ്ടോടുകൂടി PPKയുടെ മുതലാളി RTOനെ കണ്ട് ഏതായാലും ദിവസങ്ങളിൽ തീരുമാനം പാസ്സാക്കി നേരെ ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ നാട് ചെമ്പറയ്ക്ക് ഇറക്കാൻ പാടുള്ളൂ. ഇതിലെ ഈ ബസ് ഓണടിച്ച് പോകണം. ആൾക്കാർ അമ്പരന്ന് പോയി. അത് ശരി, ആരാണ് 10 കൊടുത്തതുകൊണ്ട് അവർ കണ്ടുപിടിച്ച് എന്നെ വന്ന് കണ്ട് അവർ പറഞ്ഞു ഷായ്ക്ക് എപ്പോൾ വേണമെങ്കിലും, സാധാരണ അവിടെ നിർത്തില്ല, ഫോട്ടോ സഹിതം 2 ഡ്രൈവർമാർക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഇദ്ദേഹം എവിടെ വെച്ച് കൈ കാണിച്ചാലും വണ്ടി നിർത്തിക്കോളൂ പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയ സൗകര്യം ചെയ്ത് കിട്ടി. നമ്മളങ്ങനെ ഇപ്പോൾ ആദ്യം പോകാം, അന്നൊന്നും നാളത്തേക്ക് അധികം വരാറില്ലല്ലോ. ഏതായാലും ഇന്നിപ്പോൾ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകാർ 10 വർഷത്തിനുള്ളിൽ ഈ ബസ്സുകൾക്കെല്ലാം നേരെ ആലുവ ടൗൺ ടച്ച് ചെയ്ത് ആളെടുത്ത് നേരെ പോകാം. അപ്പോൾ സ്വകാര്യവൽക്കരണം ദേശസാൽക്കരണം വരുമ്പോഴേ സ്വകാര്യ ബസ്സുകളൊന്നും ആളെ കൊണ്ടുപോയിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷെ അതൊക്കെ അങ്ങനെ കാറ്റിൽ പറത്തി സ്വകാര്യ സർവീസ് പോലെ ഇപ്പോൾ KSRTC. ഇപ്പോൾ ഒരു പുരോഗമന ചിന്താഗതി അറിയുമോ? KSRTC ബസ് ലാഭത്തിന് വേണ്ടിയല്ല, പൊതുജനങ്ങൾ സേവിക്കാൻ വേണ്ടിയാണ്. മറ്റ് പ്രൈവറ്റ് ബസ്സുകളിലെ അന്യായമായ കൊള്ളയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഗണേഷ് വന്നതിന് ശേഷം ലക്ഷറി ആക്കി. എന്താണ് സ്വിമ്മിംഗ് പൂളോ ബാത്റൂമും ലാറ്റിനും ഒക്കെ ഉള്ള ഒരു എക്സ്ട്രാ ബസ് ചാർജും കൂട്ടി. അതൊക്കെ സ്വകാര്യവൽക്കരണം പോലെ മുതലാളിത്തമാണ് ചിന്തിക്കുന്നത്. അതൊന്നും ഒരു ജനാധിപത്യ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആദിവാസി രാജ്യങ്ങൾക്ക് അതൊക്കെ സ്വകാര്യ കമ്പനി നോക്കട്ടെ. അത് ഇപ്പോൾ ലാഭമാണ്, ഇപ്പോൾ സേവനമല്ല. ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രത്യേകിച്ചും അതിന് മുൻപും സർക്കാർ സേവനം നിർത്തിയിട്ട് സർക്കാർ ലാഭത്തിലേക്ക് പോയി. അതാണ് അപകടം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, കോട്ടയത്ത് ഒരു വല്യമ്മ സൂപ്പർ ഫാസ്റ്റ് ഇടിച്ച് തല പോയി. അത് കണ്ടുന്ന ഒരുത്തൻ പറയാണ്, ഈ വല്യമ്മക്ക് ഞങ്ങൾ വല്ല എന്തോ വരാനിതാണ് എന്ന് പറഞ്ഞു. തല പോയി അതിനൊക്കെ വലിയ എന്തോ തല പോയപ്പോൾ ജീവൻ പോയില്ലേ? അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച്, പ്രതിപക്ഷങ്ങളെ സംബന്ധിച്ച് ഇനി എന്താണോ വരാനുള്ളത്? എന്താ ഇനി വരാനുള്ളത്? ഈ കൊച്ചു കേരളം മാറ്റിവെക്ക്. 2% ജനസംഖ്യയാണ്, ടോട്ടൽ ജനസംഖ്യ 2% കൊച്ചി കേരളം. ബാക്കി 98% കിടന്ന് അപ്പുറത്താണ്. അത് ഏതുണ്ട് ഇനി? കർണാടക, പിന്നെ പശ്ചിമബംഗാളിൻ്റെ കാര്യം
ഉറപ്പില്ല. 50-50 പോലെ നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. ഒരുപക്ഷെ BJP ഭരിക്കുവാന്നില്ല. അതൊക്കെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും കൂടി ചിലപ്പോഴും TMC കിട്ടുമായിരിക്കാം. ആസാം പോയി, ഗുജറാത്ത് പോയി, എല്ലാ സംസ്ഥാനങ്ങളും പോയില്ലേ? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ട് ഇപ്പോൾ. പിന്നെ ആകെ കർണാടക പറഞ്ഞു, പിന്നെ തെലങ്കാനക്കാർ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ കാരണന്മാരാണ്. എവിടെയാണ് അടിസ്ഥാനപരമായ ഫോൾട്ട് പറ്റിയത്, തെറ്റെവിടെ പറ്റി, അത് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നില്ല. രോഗത്തിന് കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കണ്ടേ? മുറിവിൽ മരുന്ന് വെച്ച് കിട്ടിയ മാത്രം മുറിക്കും, അതിന് അകത്തോട് ഇഞ്ചക്ഷൻ ചെയ്ത് ഇതൊക്കെ ചെയ്യണ്ടേ? അത് പറഞ്ഞു വരുന്നതിൻ്റെ വേറൊന്നുള്ള ലളിതമായ ഒരു തത്വമാണ്, ഒരു പോളിസിയാണ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ്. അതെന്താണ്? അതാണ് ജയപ്രകാശ് നാരായൺജി പറഞ്ഞ കാര്യം. വേറെ ഒന്നും അകലിട്ട് അമേരിക്കയിലും ലണ്ടനിലും പോകണ്ട, ഇറ്റലിക്കും പോകണ്ട. ജയപ്രകാശ് നാരായൺജി 75 കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പോക്ക് മോശമായതുകൊണ്ട് അവർ താഴെ ഇറക്കാൻ വേണ്ടി ജയപ്രകാശ് നാരായൺജി ഒരു രണ്ട് പോയിന്റ് പറഞ്ഞു. ആ പോയിന്റ് എന്താണ്? ഈ മമതാ ബാനർജിയും ഈ രാഹുൽ ഗാന്ധിയും എല്ലാ നെറുകെട്ട നേതാക്കളും ഞങ്ങൾ പറയും, നെറുകെട്ട അവർ ഗൗരവം മനസ്സിലാക്കുന്നില്ല. അവർക്ക് കിട്ടാണെങ്കിൽ കിട്ടാം, അല്ലെങ്കിൽ BJP കൊണ്ടുപോയി കിട്ടുന്നതാണ്. ഈ മമതയുടെ മറ്റെല്ലാവരും ആഗ്രഹമാണ് അവർക്ക് ഭരിക്കാൻ കിട്ടി നോക്കുക, അല്ലെങ്കിൽ BJPയിൽ കുഴപ്പമില്ല, അല്ലാതെ നാട് നന്നാക്കാനല്ല ഒരു മുമ്പ്. ഈ മമത പോലും വരും നാട് നന്നാക്കാനൊന്നുമില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം പറഞ്ഞില്ലേ, ഒന്ന് നോക്കി, ലാസ്റ്റ് രാജ്യസഭ മെമ്പർ ഉണ്ടായി, അതുകൂടി കഴിഞ്ഞ ഏപ്രിൽ ഈ മാസം അതും തീർന്നു. ഇപ്പോൾ രാജ്യസഭയിലോ പാർലമെൻറ്റിലോ അസംബ്ലിയിലോ ഒരൊറ്റ MLA പോലും പശ്ചിമബംഗാളിൽ നിന്നില്ല. MLA MP ഒന്നുമില്ല, ആകെ തീർത്ത് കേരളം മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുന്നത്, അപ്പോൾ അവർ പറഞ്ഞ 2 പോയിന്റ്. ഒന്ന്, കോൺഗ്രസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടികളും അദ്ദേഹം ഒരു പാർട്ടിയാണ് ഉണ്ടാക്കി, ജനതാ പാർട്ടി, ജനതാദളല്ല, ജനതാ പാർട്ടിയിൽ ഉണ്ടായിരിക്കണം എന്ന് മസ്റ്റായിട്ട് പറഞ്ഞു, ഔപചാരികമായിട്ട് പറഞ്ഞു. കോൺഗ്രസ് ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും ഇതിലുണ്ടാവും. മറ്റൊന്ന്, ഞാൻ ഒരു നേതൃത്വം വഹിക്കില്ല, സ്ഥാനം വഹിക്കില്ല, ഞാൻ സ്വന്തമായി നിൽക്കും, എങ്കിൽ മറ്റുള്ള പാർട്ടികൾക്ക് വരുമ്പോൾ നിഷ്പക്ഷമതിയാവുള്ളൂ. ഈ 2 പോയിന്റ് എടുക്കാത്തത് കാരണം മമതാ ബാനർജി തലകുത്തി പറഞ്ഞാലും രാഹുൽ ഗാന്ധി മണകുത്തി പറഞ്ഞാലും BJP താഴെ ഇറക്കാൻ പറ്റില്ല. കാരണം അവരത്ര ശക്തരാണ്. രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ് RSS. ഇനി RSSന്റെ ഈ തള്ളയുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് ഗോത്രം ചോദിക്കുമാരെങ്കിലും, അതുപോലെ RSS രാജ്യം ഭരിക്കുകയാണ്. ഇനി RSSന്റെ വില എത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തുള്ള കാര്യമുണ്ടോ? ഇനിയുള്ള ബി പ്രാക്ടിക്കൽ. ആ പ്രാക്ടിക്കൽ 2 രീതി ഒന്നുള്ളൂ. ഒന്ന്, ഇന്ത്യയിലെ ബാക്കിയുള്ള എല്ലാ പാർട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ മുന്നണിയിൽ ചേർത്ത് മുന്നോട്ട് പോവുക. അതിൽ ആരും ഒഴിവാക്കരുത്. BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ചേർക്കണം. BJPയിലുള്ള ഘടകകക്ഷികൾ വരും ക്ഷണിക്കാം, വരുന്നതായിട്ട് വേണ്ടായിരിക്കട്ടെ. അതല്ലാതെ ഈ രാഹുൽ ഗാന്ധി ഓടിപ്പഞ്ഞിട്ടോ മമതാ ബാനർജി ആവേശം കണ്ട് വല്ല കാര്യമുണ്ടോ? എന്താ മമതയുടെ ഉദ്ദേശം എന്താണ്? എന്തൊക്കെ പറഞ്ഞാലും ഈ രാജ്യം കൽക്കട്ട 10-30-40 വർഷത്തോളം ഭരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ കൂട്ടുകൂടാൻ പറ്റില്ല. ഇന്ത്യ ഇതുപോലെ ഭരിച്ച കോൺഗ്രസ് കൂട്ടുകൂടാൻ പറ്റില്ല. പിന്നെ ആരോട് നിങ്ങൾ കൂട്ടുവിടുന്നത്? അവർ ഏകാധിപത്യം, ഈ പിണറായിസം പോലെ പിണറായിസമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം കളഞ്ഞത്. അതുപോലെ ഏകാധിപതിയായിട്ട് നിൽക്കുകയാണ് മമത. അഹങ്കാരി, ധിക്കാരിയാണ്. ഞാൻ അനുകൂലിക്കുകയാണ് മമതയെ കുറിച്ച്, പക്ഷേ അത് അടിയൊടുക്ക് മനസ്സിലാക്കണ്ടേ? അവർക്ക് എന്തുകൊണ്ട് നേതൃത്വം കൊടുത്ത് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ മഹാസംഭവം നടക്കുകയാണ്, അതിന് പരിഹാരം കാണണം, അത് നാട് നശിക്കുന്ന പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് നിൽക്കാൻ പാടില്ലേ? അത് തന്നെയല്ല വേറൊരു കാര്യം പാടും. ഈ ഇന്ത്യ മുന്നണി, മണ്ടന്മാരുടെ മുന്നണി ഇന്ത്യ മുന്നണി, അതിൽ നിതീഷിനെ കൺവീനർ ആക്കി വേണ്ടി എടുത്ത് ഉടനെ എന്താണ് മമതാ ബാനർജി മോൾ എന്താ തരുമോ? നിതീഷല്ല രാഹുലിനെ പ്രധാനമാക്കണം. കാരണം രാഹുലെന്നറിയാം. ഇപ്പം രാഹുലിന് എന്താണ് ഉദ്ദേശിച്ചാൽ രാഹുൽ അല്ലാതെ വേറെ ആരും വരാൻ പാടില്ല. മമതയ്ക്ക് എന്താ ഉദ്ദേശം? മമത അല്ലാതെ രാഹുൽ ഒരിക്കലും വരാൻ പാടില്ല. ഇങ്ങനൊരു കളിയാണ്. ഈ ഭൂമി സൂര്യൻ ചുറ്റും കറക്കുന്ന പോലെ സ്വയം കറങ്ങുന്നത്. ഇവർക്കെല്ലാം സ്വയം കറക്കുന്ന ലക്ഷ്യമുണ്ട്, പിന്നെ മൊത്തം ലക്ഷ്യമുണ്ട്. ഈ 2 ലക്ഷ്യം അവരുടെ താല്പര്യമാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൂടി പറയാണ്, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും രാജ്യം ഭരിക്കാനോ കോൺഗ്രസ് വളർത്താനില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഭരണം കിട്ടിട്ടെ, അവർക്ക് കിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ BJP ആയിക്കോട്ടുള്ളതാണ്. അത് എത്ര ആയിരങ്ങൾ ഉദാഹരണം പറയാം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം കുറ്റപ്പെട്ടതല്ലേ കോൺഗ്രസ് ചെയ്തതാ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ
10-15 സീറ്റിൽ BJP ജയിക്കാൻ വേണ്ടി മാത്രം വാർഡ് പങ്കിട്ട്. അവിടെ ആരോടോ കോർപ്പറേഷൻ ഭരിച്ചോണ്ടിരുന്നത് LDF അല്ലേ? അവിടെ പ്രതിപക്ഷം ആരോടോ? കോൺഗ്രസ് അല്ലേ? പ്രതിപക്ഷം BJP ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് അവിടെ ഉണ്ടല്ലോ? കോൺഗ്രസ് പറയാതല്ലോ ഇത് കാണിക്കുന്നത് നമ്മടുത്താണ് കോർപ്പറേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നത്. അവർ മിണ്ടിയില്ല. കാരണം അവർക്ക് ജയിക്കുമ്പോഴുള്ള 15ഓളം മണ്ഡലത്തിൽ 800-900 വോട്ട് ഒരു കോർപ്പറേഷൻ ഡിവിഷനിൽ. അപ്പുറത്തിൽ 8,000-9,000 വോട്ട്, ഒരു 10 ഇരട്ടി. അതല്ല കോൺഗ്രസ്. കാരണം മുരളീധരൻ്റെ പത്മജ ജീവിതകാലം പത്മ ജയിക്കാൻ പോകുന്നുണ്ടോ? പത്മ ജയിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പൊതുവായിട്ട് എന്ത് ബന്ധം? ആ സർവാഭരണ വിഭൂഷിയായി നടന്ന ഒരു സ്ത്രീ കനാരം മോള് നിൽക്കുന്ന എന്ത് രാഷ്ട്രീയ പാരമ്പര്യം, എന്ത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്? ഇപ്പോൾ രക്ഷയില്ല BJP. അവിടെ ജയിക്കാൻ പോകുന്നില്ല. അത് ഒരിക്കലും ജയിക്കാൻ പോകില്ല. ജയിക്കണമെങ്കിൽ ജനങ്ങളുടെ വികാരം ജനങ്ങൾ ഒത്തു നിൽക്കണം. അതില്ല. പറഞ്ഞു വരുന്നത് ഇവർക്ക് ലക്ഷ്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഫലം പോലും അറിഞ്ഞിട്ടില്ല. റിസൾട്ടുകൾ 4-ാം തീയതിയാണ്. ഇനി ദിവസം 4-ാം തീയതി റിസൾട്ട് അറിഞ്ഞതിന് ശേഷം പറഞ്ഞാണെങ്കിൽ പിന്നെ നമുക്ക് പറയാമായിരുന്നു. അതില്ലാതെ തന്നെ ഓർമ്മക്കുള്ള നമ്മുടെ സുധാകരനെ കൊണ്ട് ഈ കളി കളിപ്പിച്ച ആരാണ്? KC വേണുഗോപാൽ അറിയാതെ സുധാകരൻ എന്ന് പറയുമോ? ഓർമ്മയുണ്ടോ? അതായത് എന്നെക്കൊണ്ടുള്ള മറ്റൊരു പറയിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പത്രക്കാരെയും അല്ലെങ്കിൽ ചാനലുകാരെയും കണ്ട് കാശ് എടുത്തിട്ട് ഇയാളെ കൂടി ഇപ്പോൾ ലിസ്റ്റിലുണ്ടോ കിട്ടും. ഒരിക്കലും സാധ്യമില്ല. ലിസ്റ്റിലുണ്ടെന്ന് പറയാൻ വേണ്ടി അത് വെച്ച് ആളെ ആവല്ലോ. ഇതൊക്കെ വെറും തന്ത്രം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ മനഃശാസ്ത്ര വിദ്യാർത്ഥികൾ പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ ഈ മമത ബാനർജിക്ക് ആത്മാർത്ഥത 100% തെറ്റാണ്. യാതൊരു ആത്മാർത്ഥതയില്ല. BJP താഴെ ഇറക്കണമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷ വരുന്നവരെ ഉദ്ധരിക്കണമെന്നോ ഒരു ലക്ഷ്യമില്ല. വെറും ഭരണം പിടിച്ചെടുക്കുക. അതിപ്പോൾ അഖിലേഷ് ആണെങ്കിലും അത് തന്നെയാണ്. അഖിലേഷ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് സഭയുടെ വീട് പറയുമോ? അങ്ങനെ നിയമം ഇല്ല, പിന്നെ പറയുന്നില്ല. അപ്പോൾ അവരെ ഉദ്ദേശം മുസ്ലിം വോട്ട് കിട്ടണം. ഇപ്പോൾ പല ചാനലും കരുണാകരൻ, മുരളീധരൻ, മറ്റേ പല ചാനലുകാരും ഓരോ മുസ്ലിം പേരിൽ ഓരോ ചാനലുണ്ടാക്കിയേക്കാണ്. എന്നിട്ട് അവരെക്കുറിച്ച് വാഴ്ത്തി പറയും. ഇതൊക്കെ ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് വിചാരിക്കുക. എന്ത് നീതിയാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് നേതാക്കളോട്, ഈ സതീശനോടും KC വേണുഗോപാലിനോടും പിന്നെ ഈ പിന്നെ രമേശ് ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും വാശി പിടിക്കാൻ നിങ്ങൾക്ക് എന്താണ് അർഹത ചോദിക്കാൻ? ഞാനല്ല, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കണത്, പബ്ലിക് ചോദിക്കുകയാണ്. ഞാൻ മുഖേന പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളത്? എന്താണ് പ്രിവിലേജ് ഉള്ളത്? കോൺഗ്രസ് ഇന്ന് ജയിച്ചു താരാവുന്നു, സ്ഥാനമാനം കിട്ടിയാൽ കിട്ടിയില്ല. നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് എന്ത് പ്രിവിലേജ്? എവിടെ എഴുതി വെച്ച നിയമം? ആകെ വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഈ പരിപാടി ഏതാനും ദിവസങ്ങളിൽ നിർത്താണ്. കാരണം തോറ്റ് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല, മണ്ടത്തരമുണ്ട്. അത് ഞാൻ ഏതാനും ദിവസത്തിനുള്ളിൽ എൻ്റെ ഈ പരിപാടി ഞാൻ നിർത്തും. പബ്ലിക്കോട് പറയാണ്, ദയവീത് പറയാണ്. അതിന് പല കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എന്താണ് പ്രിവിലേജ്? രമേശ് മുഖ്യമന്ത്രി ആവണുള്ളൂ, പിന്നെ സതീഷിനാകുന്നുള്ളൂ. സതീശൻ പ്രതിപക്ഷ നേതാവാണ്, ഞാൻ നയിച്ചു, പാർട്ടി തീരുമാനിക്കാൻ മുഖ്യമന്ത്രി ആവണം. അല്ല ജാഥ അയച്ചു തൊട്ട് ഞാൻ ചോദിട്ടെ, ഒരു മകള്, അത് പറയുന്നത് വലിയ ഉത്തരവാദിത്തം. ഒരു മകളെ നമ്മൾ സൃഷ്ടിച്ച് വളർത്തി 10-20 വയസ്സാക്കിയപ്പോൾ ആ മകള് അത് നമുക്ക് അനുഭവിക്കണമെന്ന് ഞാൻ ശരിയാണോ? അത് ശരിയാണോ? അതുപോലെ സതീശൻ സമ്മതിച്ചു, പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ നിങ്ങളതിന് പ്രവർത്തിച്ചുണ്ട്, അങ്ങനെ പലരും പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടൊന്നും അല്ലടോ ഈ ഇപ്പം തെറ്റിയാൽ തന്നെ ഉറപ്പില്ല ഇപ്പോഴും ഭരിക്കാൻ പോകുന്നത്. ഞാൻ പോലെ 33 മുസ്ലിങ്ങളുടെ കേരളത്തിലെ അവർ 97% വോട്ടും നിങ്ങളുടെ UDFിന് കൈപ്പറ്റി ചിഹ്നത്തിനോ അതിൻ്റെ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടാണ് എന്തെങ്കിലും സാധ്യത ഉണ്ടിൽ കിട്ടുന്നത്. അല്ല നിങ്ങളുടെ മഹത്തല്ല. നിങ്ങളുടെ മഹത്വം 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് നായർ കിട്ടുന്നത്. ഇതൊക്കെ പറയാൻ ഏതെങ്കിലും കുഞ്ഞൊന്ന് കേരളത്തിലുണ്ടോ? അറിയാവോ എന്താണ് എക്കണോമിക്സ് എന്നുള്ളത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്? അറിഞ്ഞാലും മിണ്ടും ധൈര്യമുണ്ടോ? അപ്പോൾ അവൻ്റെ സാധനം പോകും. ഞങ്ങൾക്കെന്ന് പറയാം, ഞങ്ങൾക്ക് ആരോടും കടപ്പാടില്ല, നീതിക്ക് വേണ്ടി മാത്രം, പബ്ലിക്ക് മാത്രം, അല്ല വേറെ ആരോടും കടപ്പാടില്ല, ആരോടും ഭയവും ഇല്ല. അതുകൊണ്ട് തുറന്ന് പറയാം, ചങ്കുറ്റത്തോടെ പറയാം. നമുക്ക് പ്രിവിലേജ് എന്താ ഉള്ളത്? നായർ തന്നെ മുഖ്യമന്ത്രി ഇതുണ്ടോ? ജനാധിപത്യത്തിൽ ജനസംഖ്യയാണ് പ്രാധാന്യം.
ജനങ്ങൾ എഴുതണം. അത് വെച്ച് നോക്കുന്നത് എന്ത് 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് നായർ കിട്ടുന്നത്, ഒരു വോട്ടാണ് ഈഴവന് കിട്ടുന്നത്, ഒരു വോട്ടാണ് ദളിത് കിട്ടുന്നത്, 5 വോട്ട് ക്രിസ്ത്യാനി കിട്ടുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ 5 1 6 1 7 8 വോട്ടാണ് കിട്ടുന്നത്. 100 വോട്ട് വന്ന് ചെയ്യുമ്പോൾ കേരളത്തിൽ 8 വോട്ടാണ് ഈ 3-4 വിഭാഗത്തിൽ കിട്ടുന്നത്. അവിടെ ഭരിക്കാൻ പറ്റുമോ? ചുരുങ്ങിയത് 35 വോട്ട് വേണ്ടേ? 3 ഗ്രൂപ്പായി വന്നാണ് 35 70 അല്ലെങ്കിൽ 36 35 70 പിന്നെ ഒരു 30 പറയാം, അത് 30 38 വേണം. അത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഫില്ലപ്പ് ചെയ്യുന്നത് ബ്ലാങ്ക് എന്ന് പറയുക, ഫില്ലപ്പ് ചെയ്യുന്നത് ഈ മുസ്ലിം സമുദായം തന്നെ വോട്ട് കിട്ടിയാണ്. ഇനി എന്തിനാട്ടോ മുസ്ലിം നിങ്ങൾ മറച്ചു വയ്ക്കുക? നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ പേടിച്ച് നിൽക്കുന്നത്? നിങ്ങൾ കാര്യം പറയണം. കാര്യം പറയാൻ അതിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുക, ആക്രമിക്കുക, വിരോധം കാണിക്കുക, കൊല്ലാന്നല്ല. അതൊന്നും നമ്മുടെ അധ്യായത്തിലില്ല. നമ്മുടെ അധ്യായം ദേശീയതയെ മുറുകെ പിടിച്ചുകൊണ്ട്, രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട്, രാജ്യത്ത് എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് കണക്കാക്കിക്കൊണ്ട് അവരെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നവരും പാവാന്ന് വിചാരിക്കുന്ന ഒരു പോളിസിയുണ്ട് ഞങ്ങൾക്ക്, ഒരു ആദർശമുണ്ട്, ഒരു തത്വസംഹിത ഉണ്ട്. ആ സംഹിത വെച്ച പറഞ്ഞു ഇനി നിങ്ങൾ മടിക്കരുത്. നിങ്ങളുടെ കഴിവ് പറഞ്ഞ ഒരു കുഴപ്പമില്ല. അത് സമൂഹം നന്മക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ കൂടി വെച്ച് പറ്റിയാലേ ഈ സമൂഹം നന്നാവുള്ളൂ. അല്ല, ഒരു രാഷ്ട്രത്തെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തെ എല്ലാ മേഖലകളിലെയും എല്ലാ പ്രദേശത്തിലെയും പുരോഗതിയാണ്. ഒരു മനുഷ്യ ഞാനിപ്പോൾ ഏതാണ്ട് വലിയ കുഴപ്പമില്ല, എൻ്റെ കൈ താഴ്ന്നതായി പോയില്ലേ? അപ്പോൾ എല്ലാം വികസിക്കണം, അപ്പോഴേ നാട് താഴ്ന്നുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിൽ കേരളത്തിൽ പോലും രാവിലെ ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ സിറ്റിയിലേക്ക് വരുന്നു, സിറ്റിയിൽ നിന്ന് വൈകിട്ട് പോകുന്നു. അതാണ് ഈ ബസ് ജാമാകുന്നതൊക്കെ. ഇതൊക്കെ കാരണം മനുഷ്യൻ ജീവിക്കുന്നത് സിറ്റിയിൽ വേണം, കിടക്കണമെങ്കിൽ ടൗണിൽ ഗ്രാമത്തിൽ പോകണം, അല്ല പറ്റില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഗ്രാമം വികസിക്കുന്നില്ലെന്നുള്ള. ഇപ്പം ഗ്രാമം അത് ഗാന്ധി പറഞ്ഞു, ഗ്രാമം വികസിക്കണം, ടൗണും വികസിക്കണം, നായരും ചോരും ക്രിസ്ത്യാനും മാപ്പിളും എല്ലാം നന്നാവണം. അതാണ് ജനസംഖ്യാനുപാതികമായി സവേണം, സർവ്വനീതി, മൊത്തം നീതി ലഭിക്കണം എല്ലാവർക്കും. ഞങ്ങളിപ്പോൾ അതാണ്, എല്ലാവർക്കും നീതി ലഭിക്കണം, അല്ല ഒരാൾക്ക് മാത്രമൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴേ ഇത്തവണ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. ഞാൻ ചെറിയൊരു കണക്ക് പറയാം. ഇവിടെ അപകടപ്പെട്ട് മരിച്ചു തൃശ്ശൂർ. നമുക്ക് അങ്ങേറ്റം ദുഃഖമുണ്ട്. കാരണം അത് ചൂട് കൂടുതൽ പിന്നെ മെഡിപ്പരുന്നൊക്കെയല്ലേ സംഭവിക്കുക. ആരും കുറ്റമൊന്നും പറയാനില്ല, സംഭവിക്കുക. അത് ഭാഗ്യം മരിച്ചും പോയി. അവർക്ക് പ്രധാനമന്ത്രിയുടെ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ മരിച്ചവർക്ക്, മറ്റവർക്ക് 50,000 രൂപ പരിക്കേറ്റവർക്ക്. മുഖ്യമന്ത്രി 50 ലക്ഷം രൂപ മൊത്തം അനുഭവിച്ചിരിക്കുകയാണ് ചികിത്സക്കാർ. ഈ മുഖ്യമന്ത്രി അതുപോലെ സംഭവമല്ലേ, അതേക്കാൾ കൂടുതൽ ആളല്ലേ മരിച്ചത് ഇവിടെ വാൽപ്പാറ അതിനെ വെച്ച്. അത് തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അപകടത്തോടനുബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാറി ദുഃഖം രേഖപ്പെടുത്തിയല്ലോ. എടോ, നിങ്ങളുടെ മണ്ഡലത്തിലെടുത്തില്ല, വയനാട് മണ്ഡലത്തിലല്ലേ കിടക്കുന്ന പാങ് എന്ന സ്ഥലം. നിങ്ങൾ അതേക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലേ? കാരണം അവരെല്ലാം അറിയുന്നത്. ഇവിടെ തൃശ്ശൂർ അറിയിക്കാൻ തൃശ്ശൂർ MP ഉണ്ടായി, BJPയുടെ സുരേഷ് ഗോപി മുഖ്യമന്ത്രി അറിയിച്ചു, പ്രധാനമന്ത്രി അറിയിച്ച്, പ്രധാനമന്ത്രി എല്ലാം ചെയ്തു. അതുപോലെ ഈ കാര്യം പറയാൻ ഒരു നെറികെട്ട കോൺഗ്രസ്സുകാരനും കേരളത്തിലുണ്ടായില്ല, രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അറിയിക്കാൻ ചെയ്തുമില്ല. എന്നിട്ട് വോട്ട് കിട്ടിയാൽ ജയിപ്പിക്കണം. സതീശന് മുഖ്യമന്ത്രിയാക്കാനുള്ള എന്തൊരു ആഗ്രഹം, കൊതിയാണ്. എവിടെയോ നിങ്ങൾ വോട്ട് കിട്ടുന്നത്? ആരുടെ വോട്ട് കിട്ടിയാടോ? നിങ്ങൾ പ്രിയങ്കയോട് വിളിച്ചു പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവല്ലേ, വിളിച്ചു പറഞ്ഞിട്ട് ഒരു ആശംസ, ഒരു ദുഃഖം ഏതുമല്ലേ? നിങ്ങൾ എത്രയോ കോടി ഫണ്ടുണ്ട്, ഒരു 10 ഫണ്ട് അനുഭവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ തുല്യനീതി ഇല്ല. ഇതൊക്കെ ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യത്വമുള്ള ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവർ ചിന്തിക്കുന്നത് അവർക്ക് എല്ലാവർക്കും തുല്യനീതി വേണമെന്നുള്ള. ഒരു പൂച്ച ചത്താൽ, ഒരു ആന ചത്താൽ പ്രതികരിക്കുന്ന രാഷ്ട്രീയക്കാർ പാങ്ങൾ വന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടില്ല. ഈ പങ്ക് വെച്ച് മുഖ്യമന്ത്രി ജീവിച്ചിരിപ്പെടുന്നതിലും അറിയുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവിച്ചിരിപ്പെടുന്ന എനിക്കറിയില്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കള്ളത്തിലൊക്കെ ഇത്രയും കാലം നിങ്ങൾ ചെയ്തു. അല്ല, അമേരിക്കൻ പഴഞ്ചൊല്ല്, പിന്നെ എബ്രഹാം ലിങ്കൻ്റെ ഭാഷ കടമെടുത്ത് പറയട്ടെ, ഒരാൾ എല്ലാ കാലത്തേക്കും, എല്ലാവരും കുറേ കാലത്തേക്കും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെങ്കിലും എല്ലാവരെയും എല്ലാ കാലത്തെയും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ പാടില്ല എന്നുള്ള തത്വം കടുത്തോടെ ഈ കോൺഗ്രസിലെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ ഈ അന്ധമായ അല്ലെങ്കിൽ പിന്നെ ദുരുദ്ദേശപരമായ ആ മുസ്ലിം വിരോധം അതിനി വേണ്ട. അത് നടക്കില്ല. എല്ലാവർക്കും നീതി ലഭിക്കണം.
ഞാൻ അന്ന് വീണ്ടും RSSന്റെ പേര് കാണിച്ചിട്ട് മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താൻ ഒതുക്കാം എന്ന് കുഞ്ഞാക്കായും അല്ലെങ്കിൽ സതീഷ് വിചാരിച്ച നടക്കൂല സതീഷ. ആകെയുള്ള 100% മുസ്ലിങ്ങൾ, 50% മുസ്ലിങ്ങൾ വിഡ്ഢികൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, കോൺഗ്രസ് ലീഗിൻ്റെ കൂടെ സമ്മതിച്ചു. ബാക്കി 50% പുറത്തുണ്ട്. കോൺഗ്രസും ലീഗും എത്ര തപസ്സിനാലും ആകെ മുസ്ലിങ്ങളിൽ 50% നിങ്ങളുടെ കയ്യിൽ വരുള്ളൂ. അവർ പോങ്ങന്മാരാണ്. കാരണം നിങ്ങൾ നേതാക്കൾ അനുകൂലിക്കുന്നവരും അനുസരിക്കുന്നവരാണ്. ബാക്കി 50% പുറത്തുണ്ട്. അവരാണ് ജയിപ്പിക്കുന്നത്, തോൽപ്പിക്കുന്നു. അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. വെറുതെ ഒരു മൊയ്തീൻ ഇങ്ങനെ പറയില്ല, ഇത്ര ആധികാരികമായിട്ടൊന്നും പറയില്ല. ആ ഒരു 50% ഞങ്ങളുടെ കൂടെ ഉണ്ട്. കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്. എല്ലാവർക്കും പ്രവർത്തിച്ച കൂട്ടത്തിൽ അതിനും പ്രവർത്തിച്ചു. അപ്പം അതുകൊണ്ട് സതീഷിനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെടോ സതീഷ്, നിങ്ങളുടെ MP, വയനാട്ടിൽ MP ഒരു അനുശോചനം അറിയിച്ചോ? പ്രിയങ്ക അറിയിച്ചോ? രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവല്ലേ, അത് പ്രധാനമന്ത്രി ഫണ്ട് വരെ അനുവദിച്ചില്ല ആ സംഭവത്തിന്. പ്രിയങ്കയും മറ്റും തൃശ്ശൂർ പൂരം കുറച്ചുകൂടി ഫേമസ് ആണ്, ഞാനത് എതിര് പറയുന്നതല്ല. പക്ഷെ അതുപോലെ അല്ലേ, ഹതഭാഗ്യമല്ലേ ആ വാഹനം അവിടുത്തെ മരിച്ച അധ്യാപകർ കൂടിയല്ലേ, നാടിനെ സാംസ്കാരിക വളർത്തേണ്ട അധ്യാപകർ കൂടിയല്ലേ, 2 അക്ഷരം പറഞ്ഞു കൊടുക്കാറല്ലേ. എന്ന് നിങ്ങൾ തോന്നിയില്ലല്ലോ. ഇതാ പറഞ്ഞത് കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങളെ, ലീഗിൽ നിൽക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം, അത് ലീഗിനെ കൊട്ടണം. സംസ്കൃത സർവകലാശാല 10,000 പേര് പോലും സംസാരിക്കുന്ന ഭാഷയ്ക്ക് സംസ്കൃത സർവകലാശാല തുടങ്ങി. നല്ല കാര്യം, തെറ്റൊന്നുമില്ല, ഏത് ഭാഷ പഠിക്കാം. അവിടെ കാല് ശങ്കരാചാര്യ ജന്മശതാബ്ദിക്ക് മറ്റോ പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ കുട്ടി നിർബന്ധമായിട്ട് ചെല്ലണം, അല്ലെങ്കിൽ അവരെ മറ്റേ ഇന്ത്യൻ മാർക്കിലൊക്കെ തോൽപ്പിക്കുന്ന മെസ്സേജ് കൊടുത്തതാണ്. ഇപ്പം മനസ്സിലായോ? പിന്നെ മുഹമ്മദ് ബഷീറെ, കുഞ്ഞാക്ക എടുപ്പ് മനസ്സിലായോ? നിങ്ങൾ ആ സംസ്കൃത സർവകലാശാല പഠിക്കാൻ വേണ്ടി നിങ്ങൾ മുൻകൈ എടുത്ത് നിങ്ങൾ എന്ത് കണ്ടോടോ വിഡ്ഢികളെ. നിങ്ങൾ 200 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ലോകത്ത് അറബി. ആ അറബിക് സർവകലാശാല തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ചെയ്യായിരുന്നത്. നിങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങൾ കളിയാക്കിയില്ലേ? പ്രത്യേക മലബാറിൽ മുസ്ലിങ്ങളെ 4 ഭാഷ ഒരു ട്രാണ്ട് തോന്നില്ലേ? അന്ന് ഈ പറഞ്ഞ എല്ലാ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ 10 വർഷം നിങ്ങളെ തൊടിയിക്കാതെ നിർത്തി. ഇനിയൊരു 10 വർഷം തൊടിയിക്കാൻ നിർത്താം. പക്ഷെ അപ്പം എന്ത് പറ്റുമറിയോ? ഈ പ്രസ്ഥാനം ഇല്ലാതെ പോകും. അതുകൊണ്ട് എല്ലാം ക്ഷമിച്ച് നിങ്ങളുടെ വൃത്തിയോട്, നിങ്ങളുടെ കഴിവോട്, നിങ്ങളുടെ മണ്ടത്തും, നിങ്ങളുടെ ഈ എല്ലാ തെമ്മാടത്തിനും പുറത്ത് ഈ വലിയ മാനം ഒഴിവാക്കാൻ വേണ്ടി വലിയ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയ ശത്രു കൂട്ടി നിൽക്കുന്ന രീതിയിലാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അന്ധമായിട്ട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടൊന്നുമില്ല. അതൊക്കെ എപ്പോഴും തിരിച്ചെടുക്കാം, എടുക്കുകയും ചെയ്യും മര്യാദക്കല്ലെങ്കിൽ. ഇതൊക്കെ ആരും ചോദിക്കാനുണ്ടോ? പാലക്കാട് ഒരു ആന എത്തിട്ട് ആന മലപ്പുറത്താരെ തിരിച്ചെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്നല്ലേ ഈ സംഭവം 10 പേര് മരിച്ചു. എനിക്കിപ്പോൾ ഒരു പ്രത്യേക സിമ്പതി ഒന്നുമില്ല, മരിച്ച അതിലൊക്കെ അനുശോചനപ്പെടുത്തി മാത്രമേ ഉള്ളൂ. പക്ഷെ ചെയ്യുമ്പോൾ നീതി എല്ലാവർക്കും ലഭിക്കണ്ടേ? തുല്യ നീതി വേണ്ടേ? ഈക്വൽ ജസ്റ്റിസ് അത് വേണ്ടേ സതീഷ്? അത് വേണ്ടേ രമേശ്? അത് വേണ്ട കുഞ്ഞാക്ക? അത് വേണ്ട പിന്നെ ബഷീർ ഇപ്പോൾ രാജകീയമായിട്ട് രാജാവിനെ പോലെ ഫോട്ടോ ഒക്കെ ഒന്ന് കാണിക്കണ്ടല്ലോ. നിങ്ങൾ എന്തോട് സമുദായത്തെ വിറ്റ് ജീവിച്ചല്ലോ നിങ്ങൾ MP ഒക്കെ ആയത്. എന്നിട്ട് എന്തോട് അറബിൽ സർവകലാശാല പഠിക്കാൻ മുൻകൈ എടുക്കാതെ നിങ്ങളൊന്നും വിദ്യാഭ്യാസം മന്ത്രിയായിട്ടാ വന്നത്, അല്ലെങ്കിൽ പറയില്ല. കുഞ്ഞാക്ക ഉൾപ്പെടെ അന്ന് കുഞ്ഞു മരിച്ചുപോയി. കോട്ടയത്താരൻ മാണിസാർ മരിച്ചുപോയി. അന്ന് റിട്ടയേർഡ് ഒരു ഇതാണ് അന്നത്തെ ഒരു ചീഫ് സെക്രട്ടറി 3 പേരും അവർ 3 പേരും അച്ചായന്മാർ. ആ 3 പേര് പറഞ്ഞാൽ അറിയോ, ഞങ്ങൾക്ക് അറബിക് സർവകലാശാല തുടങ്ങണമെങ്കിൽ ബൈബിൾ സർവകലാശാല തുടങ്ങണമെന്ന് പറഞ്ഞു. അത് 10 പൈസ അനുവദിച്ചില്ല. അപ്പോൾ അത് അങ്ങനെ അല്ല മാണി സാറേ, കുഞ്ഞുഞ്ഞ് അല്ലേ സെക്രട്ടറി എന്നിട്ട് കുഞ്ഞാക്കല്ലേ ശ്രമിക്കേണ്ടത്. ചെയ്തോ? അതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ച് 10 വർഷം അനുഭവിച്ച് ക്ഷമിച്ച് വിട്ടുപോയി മണ്ടന്മാരായി എന്ന് ക്ഷമിച്ച് നിൽക്കാണ്. എന്നിട്ടും അതിനൊരു അനുകൂലമൊന്നും കാണുന്നില്ല, കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവർക്കും നീതി ലഭിക്കുന്ന കൂടുതൽ പ്രബല സമുദായമായ മുസ്ലിം സമുദായത്തിനും ന്യായമായിട്ടും അത് കൊടുക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഞാൻ പറഞ്ഞ് നിർത്താണ്. ഈ ചാത്തൻ മാഷെ 38ാമത് ചരമവാർഷിക ദിനമാണത്. കേരള പുലയ മഹാസഭയുടെ തൃശ്ശൂർക്കാരാണ് അദ്ദേഹം. ആദ്യം നിന്ന് 57 കമ്മൂണിസ്റ്റിൽ നിന്നെങ്കിലും ജനറൽ സീറ്റിൽ ജയിച്ചില്ല, പിന്നെ ജയിച്ച് മന്ത്രി ആയിപ്പാണ്. അന്നത്തെ ഞങ്ങൾക്ക് പറഞ്ഞത് പുലയര് മന്ത്രി ഭരിക്കുന്ന രാജ്യത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇതൊന്നും ആരും മറന്നു പോയിട്ടില്ല. അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമ്മൾ പറയുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ആരും പുണ്യവാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.